എവിടെയാണ് കുറെ ആയല്ലോ കണ്ടിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ഒരു 7-8 വർഷമായി തോന്നുന്നു. സിനിമയ്ക്കായിരുന്നു നമ്മൾ പ്രൊമോഷൻ എനിക്ക് കാമുകി സിനിമയ്ക്ക് കണ്ടതാണ്. നമ്മൾ നേരിട്ട് ഞങ്ങൾ അയൽവാസികളാട്ടോ, അയൽവാസികളെ. ഞാനും അങ്ങനെ നാട്ടിൽ പോലുള്ള എറണാകുളത്താണ്. ഞങ്ങൾ നേരിട്ട് എനിക്ക് എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അഭിമാനമായ നിമിഷമാണ് ഹൈദരാബാദ് കൂടെ ഇരിക്കാൻ പറ്റിയത്. ഞങ്ങൾ ഒത്തിരി തൊട്ട അയൽവാസിയാണ് ഞങ്ങൾ. ഭയങ്കര സന്തോഷമായി ഹൈദരാബാദ്. ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തു. എനിക്ക് ഈ പറഞ്ഞ ഈ സിനിമയുടെ സമയവും ഇതിനും കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനാണ് എനിക്ക് ഒന്ന് സ്ഥിരമായിട്ട് ഡയറക്ടറെ വിളിച്ചിട്ട് എന്തായി ചേട്ടാ എന്ന് ചോദിക്കുന്നത്. കാര്യം ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത ഒരു നല്ല സിനിമയിലൂടെ എനിക്കൊന്ന് തിരിച്ചു വരാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണിത്. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഈ കൊല്ലം 2 പടവും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ നിന്ന് തുടങ്ങാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സുരേഷ് ഏട്ടൻ, അനുപമ, മാധവ് എല്ലാവരും ഉണ്ട്. ഭയങ്കര സേഫുമാണ്, ഭയങ്കര പ്രൗഡും ആയിട്ടുള്ള ടൈമാണ്. അതെ, എനിക്ക് ഇവരുടെ ഈ രണ്ടുപേരുടെ ഒരു കാര്യം എനിക്ക് പേഴ്സണലാണ്. ഇവരൊറ്റയ്ക്ക് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചതാണ്. ഞാൻ മകനോട് തിരുന്നു പോയി, അച്ഛൻ വലിയ ആക്ടറാണ്, പക്ഷെ ആ ഒരു പേരിൽ കയറണമെന്ന് ആഗ്രഹിച്ചില്ല. ആസിഫ് വലിയൊരു ആക്ടറാണ്, ആസിഫിൻ്റെ പേരിൽ കയറണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് ഇവർ. അങ്ങനെ ആഗ്രഹിച്ചവർക്ക് ഇഷ്ടംപോലെ കൈനിറയ സിനിമകൾ. പക്ഷെ ഇവരെ നേരിട്ട് ഇവരെ ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം പോകുന്ന ഒരു യാത്രയാണ് ഇവർ രണ്ടുപേരിൽ ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ബിഗ് സല്യൂട്ടാണ് ഞാൻ തരുന്നത്. കാരണം വെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് അവരുടെ സെറ്റിൽ എനർജി ആണെങ്കിലും ഭയങ്കര ഹമ്പിളായിട്ട് അവരൊരു വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള ബിഹേവിയർ ആണ്. സോ ദാറ്റ്സ് ലൈക്ക് എ ഗ്രേറ്റ് തിങ്. ഗുഡ്. താങ്ക് യു. എന്താണ് ഇങ്ങനെ ഒരു ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ ഇവിടെ ഇറങ്ങണത്? ഒന്നിനും ഇടപെടുന്നില്ല, എങ്ങനെ ഇരിക്കുവാണ്? ചോദ്യങ്ങൾ ചോദിക്കാതെ ഇടയ്ക്ക് ഇടപെടാം കേട്ടോ. ചോദ്യങ്ങൾക്ക് തന്നെ പറഞ്ഞൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കാത്തിരിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി? ഭയങ്കരമായിരുന്നു. എൻ്റെ നല്ലൊരു ബഡ്ജറ്റിൽ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനും പറ്റി. ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലേ, അപ്പോൾ കുറേ പഠിക്കാൻ പറ്റി. പിന്നെ റിലീസാവുമെന്ന് ലൈക്ക് പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന്. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് മൂവിയൊക്കെ റിലീസായി. പക്ഷെ ഇതിൽ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് റിലീസാവാൻ പോവുക. എൻ്റെ എന്താ പറയുക, വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത്രയും നല്ല കുറേ ആക്ടേഴ്സിൻ്റെ കൂടെയും ഒക്കെ അഭിനയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളായി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചു. പക്ഷെ റിലീസ് ചെയ്യാത്തപ്പോൾ ഈ സിനിമയെക്കുറിച്ച് മൊത്തം പഠിച്ചില്ലേ ഇത്ര സമയം എടുത്തപ്പോൾ? നല്ലോണം പഠിച്ചു. ഇങ്ങനെയാണ് സിനിമ എന്നുള്ളത് പഠിച്ചു. എനിക്ക് വലിയ അറിവില്ലായിരുന്നു. ഇങ്ങനെയാണ് സിനിമ എന്നുള്ള ഒരു കാര്യം പഠിച്ചു. അനുഭവം ഇപ്പം എല്ലാം ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഒരു സിനിമയ്ക്ക് മുമ്പ് എല്ലാം പഠിച്ചിട്ടല്ലോ പോയത്. ഇതിക്കുള്ളൊന്നും പഠിക്കാനില്ല അല്ലേ? അതാണ് സിനിമ. അതാണ് കേട്ടോ സിനിമ. നമ്മൾ അഭിനയിച്ചിട്ട് പോയി കഴിഞ്ഞാൽ റിലീസ് ചെയ്തിട്ട് നമ്മൾ അഭിനയിച്ചു എന്ന് വരെ പറയാൻ പറ്റുള്ളൂ. ആ സീൻ വരെ കട്ട് ചെയ്താൽ ട്രിം ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഔട്ടായി പോയിരുന്നിരിക്കും. അപ്പോൾ അതെല്ലാം ഈ സിനിമയ്ക്കുള്ളതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.